ഉടമസ്ഥനായ റബ്ബിനെയാണ്. ആ റബ്ബ് എന്റെ ഇബാദത്തിന് അർഹനാണ്, എന്റെ ആരാധനക്ക് അർഹനാണ് എന്ന വിശ്വാസത്തോടെ റബ്ബിനെ 6-ാം വളവിൽ വെച്ചേ വിളിച്ചാലും 5-ാം വളവിൽ വെച്ചേ വിളിച്ചാലും ബ്രേക്ക് പോയതിന് ശേഷം വിളിച്ചാലും അതിന്റെ മുമ്പ് വിളിച്ചാലും എല്ലാം അല്ലാഹുവിനുള്ള ഇബാദത്ത് തന്നെ. അതേസമയം മുത്തുനബിയെ വിളിക്കുന്നു, മുത്തുനബിയെ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നു. 6-ാം വളവിൽ വെച്ച് വിളിച്ചാലും ഇബാദത്തല്ല, 5-ാം വളവിൽ വെച്ച് വിളിച്ചാലും ഇബാദത്തല്ല, സാമാനീരപ്പിൽ വെച്ച് വിളിച്ചാലും ഇബാദത്തല്ല. കാരണം എന്ത്? മുഹമ്മദ് നബി ദൈവമാണ്, മുഹമ്മദ് നബി അല്ലാഹുവാണ്, മുഹമ്മദ് നബി എന്റെ ആരാധനകൾക്ക് അർഹനാണ് എന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലിനെ അല്ലെങ്കിൽ ബദരീങ്ങളെ എവിടെ ഘട്ടത്തിൽ വിളിച്ചാലും സഹോദരങ്ങളെ അത് ഇബാദത്താവുകയില്ല. അപ്പോൾ ഒരു വണക്കം അങ്ങേ അറ്റത്തേതാകുന്നത്, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നത്, ഒരു വിനയം അത് ആരാധനയായി പരിഗണിക്കപ്പെടുന്നത് തീർച്ചയായും ആ മനുഷ്യന്റെ മനസ്സിൽ കുടികൊള്ളുന്ന വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വിളിക്കുന്ന സമയത്ത് വിളിക്കപ്പെടുന്ന ശക്തി റബ്ബാണ്, അല്ലാഹുവാണ്, ദൈവമാണ്, മഅബൂദാണ്, ആരാധനക്കർഹനാണ് എന്ന വിശ്വാസത്തോടെയാണോ വിളിക്കുന്നത് എങ്കിൽ അത് 5-ാം വളവിലാണെങ്കിലും 6-ാം വളവിലാണെങ്കിലും ഇനി വളവിൽ അല്ലെങ്കിൽ പോലും അത് ഇബാദത്താണ്. അതേസമയം ഇത് അല്ലാഹുവല്ല, മുഹമ്മദ് നബി അല്ലാഹുവല്ല, അല്ലാഹുവിന്റെ അടിമയാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് അല്ലാഹുവല്ല, അല്ലാഹുവിന്റെ അടിമയാണ്. ബദരീങ്ങൾ അവരൊരിക്കലും കുട്ടി ദൈവങ്ങളല്ല, അവർ അല്ലാഹുവിന്റെ അടിമകളാണ്, മഹാത്മാക്കളാണ് എന്ന വിശ്വാസത്തോടെയാണോ വിളിക്കുന്നത് എങ്കിൽ 6-ാം വളവിൽ വെച്ചേ വിളിച്ചാലും 5-ൽ വെച്ചേ വിളിച്ചാലും ഇനി വളവ് എത്തുന്നതിന് മുമ്പ് വിളിച്ചാലും ബ്രേക്ക് പോയ ശേഷം വിളിച്ചാലും ബ്രേക്ക് പോകുന്നതിന് മുമ്പ് വിളിച്ചാലും അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ക്ഷേത്രത്തിൽ പോകാറുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്. അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായി അവർ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അവർ ക്ഷേത്രത്തിൽ ചെന്നാൽ അവരെ അവിടെ വെച്ച് നിർവഹിക്കുന്ന ഒരു ആരാധനാ കർമ്മമുണ്ട്. എന്താണ്? ക്ഷേത്രം, അമ്പലം എന്ന് പറയുന്നത് കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് അമ്പലം, ക്ഷേത്രം എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ അമ്പലത്തെ വലയം ചെയ്യുക, അമ്പല പ്രദക്ഷിണം നടത്തുക ഹൈന്ദവ സഹോദരങ്ങൾ ചെയ്യുന്ന അവരുടെ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാചാരമാണ്, ആരാധന. മുസ്ലിമീങ്ങൾ പറയും അത് ശിർക്കാണ്, അത് മഹാപാതകമാണ്, അല്ലാഹു പൊറുക്കാത്ത കുറ്റമാണ്. അത് ഇസ്ലാമിന്റെ വിശ്വാസം. ഇസ്ലാമിന്റെ വിശ്വാസം ഉൾക്കൊള്ളുവാൻ മുസ്ലിമീങ്ങൾക്കും ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടെ വിശ്വാസം ഉൾക്കൊള്ളാൻ അവർക്കും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്, ലോകത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഈ അമ്പലമാകുന്ന കെട്ടിടത്തെ ചുറ്റുന്നു, അത് തെറ്റാണ് എന്ന് സുന്നികൾ മാത്രമല്ല മുജാഹിദും പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നു, അല്ലേ? അമ്പലത്തിലെ ആ വലയം ചെയ്യുന്ന ആ പ്രവർത്തനം അവസാനിച്ചാൽ പിന്നെ ഹൈന്ദവ സഹോദരങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മമുണ്ട്. ആ അമ്പലത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു പ്രതിമയെ, ഒരു ബിംബത്തെ അവര് വണങ്ങും, അതിനെ തോഴും, അല്ലെ? ബിംബത്തെ വണങ്ങുക, പ്രതിമയെ തോഴുക. ആ പ്രതിമക്ക് മുകളിൽ, ആ കല്ലിന് മുകളിൽ, പ്രതിമ എന്ന് പറഞ്ഞാലും ബിംബം എന്ന് പറഞ്ഞാലും അതൊക്കെ കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട സാധനങ്ങളാണ്. പ്രധാനമായും കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട വസ്തുക്കൾ. ആ കല്ലിന്റെ മുകളിൽ ഇവർ നെറ്റിത്തടം വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ വണങ്ങി നിന്നുകൊണ്ട് അവർ തോഴും. തെറ്റാണ് എന്ന് മുസ്ലിമീങ്ങൾ പറയും. ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ മതാചാരത്തിന്റെ ഭാഗമായി ചെയ്യുന്നു, നമുക്ക് എതിർപ്പില്ല. പക്ഷേ മുസ്ലിം സഹോദരങ്ങൾ അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നു. സുന്നികൾ മാത്രമല്ല, മുജാഹിദുകൾ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, എല്ലാവരും. എന്നാൽ സഹോദരങ്ങളെ, ഇപ്പോ പരിശുദ്ധ മക്കയിലേക്ക് മുസ്ലിമീങ്ങൾ ഹജ്ജിന് വേണ്ടി പോകുന്ന സമയമാണ്. ഹൈന്ദവ സഹോദരങ്ങൾ ശബരിമലയിലേക്ക് തൊഴാൻ പോകുന്ന സമയമാണ്. മുസ്ലിം സഹോദരങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുന്ന സമയമാണ്.
ഹജ്ജിന് വേണ്ടി ഒരു മുസ്ലിം മക്കത്ത് ചെന്നാൽ അവൻ ആദ്യമായി ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? മറ്റേത് പള്ളിയിൽ ചെന്നാലും അവിടെ പള്ളിയിൽ 2 റക്അത്ത് തഹിയ്യത്തുണ്ട്. മസ്ജിദുൽ ഹറാം മക്കത്തെ പള്ളിയിൽ ചെന്നാൽ ആ പള്ളിയുടെ തഹിയ്യത്ത് തന്നെ എന്താണ്? അവിടെ കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടമുണ്ട്. കഅബാലയം എന്ന് മുസ്ലിമീങ്ങൾ ബഹുമാനത്തോടെ വിളിക്കുന്ന വിശുദ്ധ മന്ദിരം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട കെട്ടിടമാണ്. ആ കെട്ടിടത്തെ വലയം ചെയ്യുക എന്ന പ്രവർത്തനമാണ് ഒരു ഹാജി ആദ്യമായി മക്കത്ത് ചെയ്യുന്നത്, അല്ലേ? ഒരു ഹാജി മക്കത്തെത്തിയാൽ ആദ്യമായി ചെയ്യുന്ന പ്രവർത്തനം ഇതാ, ഈ കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട കെട്ടിടത്തെ വലയം ചെയ്യുക എന്നതാണ്. ശിർക്കാണോ? കുറ്റമാണോ? അള്ളാഹു പൊറുക്കാത്ത മഹാപാതകമാണെന്ന് മുജാഹിദ് പറയോ? ജമാഅത്തെ ഇസ്ലാമി പറയോ? ഹൈന്ദവ സഹോദരങ്ങൾ ക്ഷേത്രം വലയം ചെയ്തപ്പോൾ അത് ശിർക്കാണെന്നും കുറ്റമാണെന്നും തെറ്റാണെന്നും പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയോ മുജാഹിദുകളോ ഈ കഅബാലയമാകുന്ന കെട്ടിടത്തെ വലയം ചെയ്യുന്നത് തെറ്റാണ്, കുറ്റമാണ് എന്ന് പറയുമോ? ആ കഅബാലയത്തിന്റെ പരീക്ഷണം കഴിഞ്ഞാൽ അത് വലയം ചെയ്യുന്ന ആ തവാഫ്, ആ പ്രവർത്തനം അവസാനിച്ചാൽ പിന്നെ ഒരു മുസ്ലിം സഹോദരൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കർമ്മം എന്താണ്? കഅബാലയത്തിന്റെ മൂലയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു കല്ലുണ്ട്, ആ കല്ലിനെ ചുംബിക്കുക, അല്ലേ? കഅബാലയത്തിന്റെ മൂലയിൽ ഒരു കല്ല് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ കല്ലിന്റെ മുകളിൽ നെറ്റിത്തടം വെച്ചുകൊണ്ട് 3 പ്രാവശ്യം ആവർത്തിച്ച് ചുംബിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. അതേറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന് മാത്രമല്ല, ഒരു പക്ഷേ പരിശുദ്ധ കഅബാലയത്തിന്റെ പരിസരത്ത് ഏറ്റവും കൂടുതൽ തിക്കും തിരക്കും അനുഭവപ്പെടുന്ന സ്ഥലം ഈ ഹജറുൽ അസ്വദ് എന്ന് വിളിക്കപ്പെടുന്ന ആ കല്ലിന്റെ ചുറ്റുമാണ്. ആ കല്ലിൽ ഒന്ന് നെറ്റിത്തടം വെക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ തിക്കും തിരക്കും കൂട്ടുകയാണ്. അമ്പലത്തിലെ കല്ലിനെ ചുംബിക്കുന്നത് ശിർക്കാണെന്നും ബഹുദൈവത്വമാണെന്നും പറഞ്ഞ മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് പരിശുദ്ധ കഅബാലയത്തിൽ സ്ഥാപിക്കപ്പെട്ട കല്ലിനെ ചുംബിക്കുന്നത് ശിർക്കാണ്, ബഹുദൈവത്വമാണ് എന്ന് പറയുന്നില്ല? എന്താ കാരണം? അമ്പലത്തിലെ വലയം ചെയ്യലും കഅബാലയത്തിലെ വലയം ചെയ്യലും തമ്മിൽ എന്താണ് വ്യത്യാസം? അമ്പലത്തിലെ കല്ലിനെ ചുംബിക്കുന്നതും കഅബാലയത്തിലെ കല്ലിനെ ചുംബിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ആ വ്യത്യാസം തന്നെയാണ് മുഹിയുദ്ദീൻ ശൈഖ് എന്ന വിളിയുടെയും ഗുരുവായൂരപ്പ എന്ന വിളിയുടെയും ഇടയിലുള്ളത്. ആ വ്യത്യാസം തന്നെയാണ് മുത്തുനബിയെ എന്ന വിളിയുടെയും സ്വാമി അയ്യപ്പ എന്ന വിളിയുടെയും ഇടയിലുള്ളത്. രണ്ടും അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ എന്ന് ചോദിച്ചാൽ പറ്റില്ല. രണ്ടും അള്ളാഹുവിന്റെ സൃഷ്ടികൾ തന്നെയാണ്. കഅബാലയം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ക്ഷേത്രവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ക്ഷേത്രത്തിലെ കല്ല് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, കഅബാലയത്തിലെ കല്ലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. പക്ഷേ ക്ഷേത്രത്തിലാണ് ചുറ്റലെങ്കിൽ അത് ശിർക്കാണെന്ന് നാം പറയുന്നു. കഅബാലയത്തെയാണ് ചുറ്റുന്നതെങ്കിൽ അത് തൗഹീദാണെന്ന് നമ്മൾ പറയുന്നു. കഅബാലയത്തിലെ കല്ലിനെയാണ് ചുംബിക്കുന്നതെങ്കിൽ അത് തൗഹീദാണെന്ന് നാം പറയുന്നു. അമ്പലത്തിലെ കല്ലിനെയാകുമ്പോൾ അത് ശിർക്കാണെന്ന് നാം പറയുന്നു. ഹൈന്ദവ സഹോദരങ്ങൾ ചെയ്യുന്നത് അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. അതേസമയം പരിശുദ്ധ ഇസ്ലാം അത് തെറ്റാണെന്നും ശിർക്കാണെന്നും പറയുന്നു. എന്താ കാരണം? രണ്ടും അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ, രണ്ടും അള്ളാഹുവിന്റെ പടപ്പത്തരങ്ങളല്ലേ. എന്നാൽ ഈ അമ്പലവും ഈ കഅബാലയും തമ്മിലുള്ള വ്യത്യാസം, ഈ കല്ലും തമ്മിലുള്ള വ്യത്യാസം സഹോദരങ്ങളെ മുഹിയുദ്ദീൻ ശൈഖും ഗുരുവായൂരപ്പനും തമ്മിലുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതും മുഹിയുദ്ദീൻ ശൈഖ് എന്ന് വിളിക്കുന്നതും ഒരുപോലെയല്ല. മുത്തുനബിയെ എന്ന് വിളിക്കുന്നതും സ്വാമി അയ്യപ്പ എന്ന് വിളിക്കുന്നതും ഒരുപോലെയല്ല. എന്താ രണ്ടും ഒന്ന് ശിർക്കും അടുത്തത് തൗഹീദുമാകാൻ എന്താണ് കാരണം? സഹോദരങ്ങളെ, എല്ലാവർക്കും അറിയാം, ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന ഹൈന്ദവ സഹോദരന്റെ മനസ്സിൽ വിശ്വാസമല്ല മുത്തുനബിയെ എന്ന് വിളിക്കുന്ന മുസ്ലിമിന്റെ മനസ്സിലുള്ളത്. സ്വാമി അയ്യപ്പ എന്ന് വിളിക്കുന്ന ഹൈന്ദവ സഹോദരന്റെ വിശ്വാസമല്ല ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന മുസ്ലിമിന്റെ മനസ്സിലുള്ളത്. അമ്പലം ചുറ്റുന്ന ഹൈന്ദവന്റെ വിശ്വാസമല്ല കഅബം ചുറ്റുന്ന മുസ്ലിമിന്റെ മനസ്സിലുള്ളത്. അമ്പലത്തിലെ കല്ലിനെ ചുംബിക്കുന്ന ഹൈന്ദവ സുഹൃത്തിന്റെ വിശ്വാസമല്ല
കഅബാലയത്തിലെ കല്ലിനെ ചുംബിക്കുന്ന മുസ്ലിം സുഹൃത്തിന്റെ മനസ്സിലുള്ളത്. ഈ വിശ്വാസങ്ങൾ തമ്മിലുള്ള വൈജാത്യമാണ്, വിശ്വാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒന്ന് ശിർക്കും അടുത്തത് തൗഹീദുമാകാൻ കാരണം. ഇത് തന്നെയാണ് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത് ശിർക്കും, മമ്പുറത്തെ തങ്ങളെ എന്ന് വിളിക്കുന്നത് തൗഹീദുമാകാൻ കാരണം. ഈ വ്യത്യാസം എന്തുകൊണ്ട് സഹോദരങ്ങളെ മുജാഹിദുകൾക്ക് ബോധ്യപ്പെടുന്നില്ല? അത് ബോധ്യപ്പെടാത്ത കാലത്തോളം മുജാഹിദുകൾ എന്ത് പറയണം? ജമാഅത്തെ ഇസ്ലാമി എന്ത് പറയണം? കഅബം ചുറ്റുന്നത് ശിർക്കാണ് എന്ന് പറയണം. കഅബാലയത്തിലെ കല്ലിനെ ചുംബിക്കുന്നത് ശിർക്കാണ് എന്ന് പറയണം. കാരണം എന്തേ? അത് രണ്ടും അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ. അള്ളാഹുവിന്റെ സൃഷ്ടികളെ അങ്ങനെ ചുറ്റുന്നതും ചുംബിക്കുന്നതുമൊക്കെ ശിർക്കാണ് എന്ന കാരണം കൊണ്ടല്ലേ അമ്പലത്തെ ചുറ്റുന്നത് ശിർക്കാണ് എന്ന് പറയാൻ കാരണം, അമ്പലത്തിലെ കല്ലിനെ ചുംബിക്കുന്നത് ശിർക്കാണ് എന്ന് പറയാൻ കാരണം. എങ്കിൽ എന്തുകൊണ്ട് അതേ മാനദണ്ഡം വെച്ച് അതേ കാരണം പറഞ്ഞുകൊണ്ട് കഅബം ചുറ്റുന്നവൻ മുശ്രിക്കാണ്, കഅബത്തിലെ കല്ലിനെ ചുംബിക്കുന്നവൻ കാഫിറാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല, മുജാഹിദുകൾ പറയുന്നില്ല? അപ്പോൾ അടിസ്ഥാനരഹിതമായ വാദങ്ങൾ, പ്രമാണരഹിതമായ വാദങ്ങൾ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ പേരിൽ ഉന്നയിക്കുകയും അത് നാണമില്ലാതെ നിർലജ്ജം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കഴിഞ്ഞ 19 കൊല്ലക്കാലമായി ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഗൗരവതരമായ കാര്യം മുസ്ലിം സഹോദരങ്ങൾ ഓർത്തിരിക്കണം. സഹോദരങ്ങളെ, സഹായം ചോദിക്കാൻ പാടില്ല, അല്ലാഹുവല്ലാത്ത ആരോടും സഹായം ചോദിക്കാൻ പാടില്ല, അല്ലാഹുവിനെ മാത്രം വിളിച്ച് സഹായം ചോദിക്കണം എന്ന മനോഹരമായ മുദ്രാവാക്യങ്ങൾ പലപ്പോഴും മുജാഹിദ് സ്റ്റേജിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേജിൽ നിന്ന് കേൾക്കാറുണ്ട്. അതിന് പരിശുദ്ധ ഖുർആൻ തെളിവോതും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഫാത്തിഹ സൂറത്തിലൂടെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമീങ്ങളെല്ലാവരും ഒരു ദിവസം 17 തവണ കുറഞ്ഞത് നിസ്കാരങ്ങളിലെ 17 റക്അത്തുകളിൽ നിർബന്ധമായും ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാവാക്യത്തിൽ എല്ലാ മുസ്ലിമീങ്ങളും പറയുന്നു, ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അപ്പോൾ ഞാൻ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ മുജാഹിദ് പറയുന്ന അർത്ഥത്തിൽ അത് പച്ചക്കളവാണ്, അങ്ങനൊന്നില്ല. അതേസമയം ആരോട് സഹായം ചോദിച്ചാലും, ആരോട് കടം ചോദിച്ചാലും, ആരോട് വെള്ളം ചോദിച്ചാലും ആ വെള്ളവും സഹായവുമൊക്കെ ബാഹ്യമായി നമുക്ക് നൽകുന്നത് നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ സ്നേഹിതന്മാരോ നമ്മുടെ ഉപ്പയോ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ ആണെങ്കിൽ പോലും ആ സഹായം അടിസ്ഥാനപരമായി നൽകുന്നവൻ അല്ലാഹുവാണ് എന്ന വിശ്വാസത്തോടെയാണോ വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത് എങ്കിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന അർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ട സത്യവുമാണ്. മുജാഹിദ് പറയുന്ന അർത്ഥപ്രകാരം ആ അർത്ഥം കളവാണ്. അഹ്ലുസുന്ന പറയുന്ന അർത്ഥപ്രകാരം ആ അർത്ഥം ഏറ്റവും വലിയ ശരിയുമാണ്. മുജാഹിദ് പറയുന്ന അർത്ഥം എന്താണ്? നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്. നീ എന്ത് ചോദിക്കുകയാണെങ്കിലും അള്ളാഹിനോട് ചോദിക്കണം. നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ ഉപദേശിക്കുന്നു. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. എന്ത് സഹായം ചോദിക്കുകയാണെങ്കിലും അള്ളാഹിനോട് ചോദിക്കണം. മുജാഹിദിന്റെ അർത്ഥപ്രകാരം എന്ത് പറയണം? ഭാര്യയോടൊന്നും ചോദിക്കാൻ പാടില്ല, ശിഷ്യന്മാരോടൊന്നും ആവശ്യപ്പെടാൻ പാടില്ല, ഉപ്പയോടൊന്നും ചോദിക്കാൻ പാടില്ല, സുഹൃത്തുക്കളോടൊന്നും ചോദിക്കാൻ പാടില്ല, സ്നേഹിതന്മാരോട് ഒരു 10 രൂപ കടം ചോദിക്കാൻ പാടില്ല. കാരണം എന്താ? ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്.
എന്ത് സഹായം ചോദിക്കുകയാണെങ്കിലും അള്ളാഹിനോട് ചോദിക്കണം. എന്ത് നീ ആവശ്യപ്പെടുകയാണെങ്കിലും അള്ളാഹിനോട് ആവശ്യപ്പെടണം. മറ്റൊരു ഹദീസിൽ ഈ വിഷയം ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, യസ്അലു അഹദുക്കും റബ്ബഹു ഹാജതഹു കുല്ലഹാ. മനുഷ്യൻ അവന്റെ ആവശ്യങ്ങളൊക്കെയും അവന്റെ റബ്ബിനോട് ചോദിക്കണം. അവന്റെ റബ്ബിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നു, കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പ്, ആ ചെരുപ്പിന്റെ വാറ് അറ്റുപോയി. ആ ചെരുപ്പിന്റെ വാറ് അറ്റുപോയാൽ ആ വാറ് അറ്റുപോയ ചെരുപ്പ് നന്നാക്കാൻ പോലും അള്ളാഹുവിനോട് പറയണം, അള്ളാഹുവിനോട് ചോദിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. യസ്അലു അഹദുക്കും റബ്ബഹു ഹാജതഹു. മുഴുവൻ കാര്യങ്ങളും റബ്ബിനോട് ചോദിക്കണം. ഏതുവരെ? ചെരുപ്പിന്റെ വാറ് വരെ. ചെരുപ്പിന്റെ വാറിന്റെ കാര്യം വരെ റബ്ബിനോടേ പറയാവൂ. ഇതങ്കത, അത് പൊട്ടിപ്പോയാൽ, ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ അതിന്റെ കാര്യം വരെ റബ്ബിനോട് മാത്രമേ പറയാവൂ. ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ. എന്ത് ചോദിച്ചാലും റബ്ബിനോട് ചോദിക്കണം. എന്ത് സഹായം അർത്ഥിച്ചാലും റബ്ബിനോടേ ആകാവൂ. ഈ പറഞ്ഞ ഹദീസുകൾക്ക്, അതുപോലെ ഫാത്തിഹയിൽ പറയുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന ആയത്തിന് സഹോദരങ്ങളെ മറ്റാരോടും ഒന്നും ചോദിക്കാൻ പാടില്ല. ചെരുപ്പിന്റെ വാറ് അറ്റാൽ ചെരുപ്പ് കുത്തിയെ സമീപിക്കാൻ പാടില്ല എന്ന് അർത്ഥം വെക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം തന്നെ സഹോദരങ്ങളെ പിന്തിരിപ്പനായി പോകില്ലേ? പനി പിടിച്ചാൽ ഡോക്ടറെ സമീപിക്കാൻ പാടില്ല. ചെരുപ്പിന്റെ വാററ്റുപോയാൽ ചെരുപ്പ് കുത്തിക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. അത് അള്ളാനോട് ചോദിക്കണം. അതുപോലെ ദാഹിച്ചാൽ വെള്ളം ചോദിക്കാൻ ഭാര്യയെ സമീപിക്കാൻ പാടില്ല. ബിഷപ്പിന് പരിഹാരം തേടി മറ്റൊരാളോട് സഹായം ചോദിക്കാൻ പാടില്ല. ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ വഇദാ സഅൽത ഫസ്അലില്ലാ. ഒക്കെ റബ്ബിനോട്. ഇതാണോ ഈ ഹദീസിന്റെ അർത്ഥം? അങ്ങനെയാണോ ആയത്തിന്റെ അർത്ഥം? അല്ല. പിന്നെയോ, ചെരുപ്പിന്റെ വാററ്റ് നീ ചെരുപ്പ് കുത്തിയെ സമീപിച്ച് ആ ചെരുപ്പ് കുത്തിയിൽ നിന്ന് നിനക്ക് സഹായം ലഭിച്ചാലും യഥാർത്ഥത്തിൽ നിന്നെ സഹായിക്കുന്നത് അള്ളാഹുവാണ്. ആ അർത്ഥത്തിൽ നീ അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ. ചെരുപ്പ് കുത്തിയെ സമീപിക്കരുത് എന്നതിനർത്ഥമില്ല. അതുപോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നല്ല. പിന്നെയോ, ഞങ്ങൾ പലരോടും സഹായം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കളെ സമീപിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരെ സമീപിക്കുന്നുണ്ട്, അയൽവാസികളെ സമീപിക്കുന്നുണ്ട്, ഡോക്ടർമാരെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ പലരോടും ഞങ്ങൾ സഹായം ചോദിക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ സഹായം നിന്നോട് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അവിടെയാണ് മാത്രം കൂട്ടേണ്ടത്. ഡോക്ടർ സഹായിച്ചാലും അയൽവാസി സഹായിച്ചാലും മറ്റേതെങ്കിലും സുഹൃത്തുക്കൾ സഹായിച്ചാലും ആ സഹായമൊക്കെയും അടിസ്ഥാനപരമായി നൽകുന്നത് അള്ളാഹുവാണ്. ഈ അർത്ഥത്തിൽ അള്ളാഹുവേ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അതേസമയം നീ സഹായത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള, നീ സഹായത്തിന് വേണ്ടി സമ്മതിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളോടും എല്ലാ മഹാത്മാക്കളോടും എല്ലാവരോടും ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അതൊക്കെയും നീ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ, നീ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ, നീ കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെയാണ്. സാധാരണ കാര്യങ്ങളിൽ സാധാരണക്കാരോട് ചോദിക്കുന്നു, അസാധാരണ കാര്യങ്ങളിൽ അസാധാരണക്കാരായ അമ്പിയാക്കൾ ഔലിയാക്കളോട് ചോദിക്കുന്നു. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് എല്ലാ പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. എന്നല്ലാതെ എല്ലാ കാര്യങ്ങളും ചെരുപ്പിന്റെ വാററ്റാലും തുണിന്റെ മൂട് കീറിയാലും അതുപോലെ ചെരുപ്പിന്റെ വള്ളിയറ്റാലും അതൊക്കെ അള്ളാഹുവോട് ചോദിക്കണം, അള്ളാഹുവോട് പറയണം എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അടിസ്ഥാനപരമായ എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് ചെരുപ്പ് പൊട്ടിയാൽ അത് നേരെയാക്കി തരാൻ ചെരുപ്പ് കുത്തിയെ സമീപിക്കുമ്പോൾ പോലും
വാസ്തവത്തിൽ നമുക്ക് ആ സഹായം നൽകുന്നത് അള്ളാഹുവാണ്. ആ അർത്ഥത്തിൽ അള്ളാഹുവെ എല്ലാ കാര്യത്തിലും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെയും ഹദീസിന്റെയും ഒക്കെ താല്പര്യമെന്ന് എല്ലാ പണ്ഡിതന്മാരും വിശദീകരിക്കുന്നു. അങ്ങനെയല്ല അർത്ഥമെങ്കിൽ കേരളത്തിലെ മുജാഹിദുകളൊക്കെ നാളെ മുതൽ ചെരുപ്പ് പൊട്ടിയാൽ നേരെ അർശിലേക്ക് വിടണം. കാരണം അർശിലിരിക്കാനുള്ള അള്ളാഹു തആല നേരെ അർശിലേക്ക് വണ്ടി വിട്ടിട്ട് ചെരുപ്പ് അള്ളാന്റെ അടുത്ത് ഏൽപ്പിക്കണം, ചെരുപ്പ് തുന്നിത്തരാൻ. അതുപോലെ ദാഹിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ ഭാര്യയെ മക്കളെ സമീപിക്കാൻ പാടില്ല. പിന്നെയോ ഇരസ്ഥാനത്തെ വസ്തയമ്പില്ല, എന്ത് സഹായം ചോദിച്ചാലും അള്ളാഹിനോട് ചോദിക്കണം. ഇതാ സഹൽത്ത വസ്തയില്ല, എന്ത് ചോദിച്ചാലും അള്ളാഹിനോടെ ചോദിക്കാൻ പാടുള്ളൂ എന്നല്ലേ ഹദീസിലുള്ളത്? അങ്ങനെയല്ലേ ആയത്തിലുള്ളത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന ഖുർആൻ വാക്യം നാഴികക്ക് 40 വട്ടം സഹോദരങ്ങളെ അർത്ഥം വെച്ച് ദുർവ്യാഖ്യാനിക്കുന്ന മുജാഹിദുകൾ, അങ്ങനെ മുഹിയുദ്ദീൻ ശൈഖിനെ സഹായത്തിന് വിളിക്കുന്ന, മുത്തുനബിയെ വിളിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കാഫിറുകളാണ് എന്ന് പറയുന്ന മുജാഹിദുകൾ നാളെ മുതൽ ചെരുപ്പിന്റെ വാറച്ചാലും ടൗസറിന്റെ വള്ളി പൊട്ടിയാലും അതുപോലെ ദാഹിച്ചാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആവശ്യം വന്നാലും ഒക്കെ അള്ളാനെ സമീപിക്കണ്ടേ സഹോദരങ്ങളെ? അതല്ലേ ആയത്തിന്റെ അർത്ഥം, അതല്ലേ ഹദീസിന്റെ അർത്ഥം? എന്തുകൊണ്ട് മുജാഹിദുകൾ അതിന് തയ്യാറാകുന്നില്ല? അപ്പോൾ ഈ അടിസ്ഥാനരഹിതമായ വിശദീകരണങ്ങൾ നൽകി പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും വളരെ വ്യാപകമായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ കാഫിറുകളാണെന്നും മുശ്രിക്കുകളാണെന്നും മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാണ്, അവരൊക്കെ കാഫിറുകളാണ്, നരകത്തിലാണ് എന്ന് ഈ 19 കൊല്ലക്കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദുകൾ, സഹോദരങ്ങളെ, നമ്മുടെ കുറ്റിപ്പുറത്ത് സുബഹി നിസ്കരിച്ച ഉടനെ ഇവിടെയുള്ള അറവുശാലകളിൽ വന്ന് ആടിനെയും മാടിനെയും അറുത്തു കൊടുക്കുന്നതാരാ? തലേന്ന് രാത്രി യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് 1000 വട്ടം വിളിച്ച മൊല്ലാക്ക അല്ലേ? പള്ളിയില് അല്ലെങ്കിൽ പള്ളിയുടെ പരിസരത്തുള്ള ഏതെങ്കിലും വീടുകളിൽ വെച്ച് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് 1000 വട്ടം വിളിച്ച് കുതുബിയത്ത് ചൊല്ലിയ മൊല്ലാക്കയാണ് സുബഹി നിസ്കാരത്തിന് ശേഷം കത്തിയുമായി വന്ന് കുറ്റിപ്പുറത്തങ്ങാടിയിലെ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലെ അറവുശാലകളിൽ പോത്തിനെയും കാളയെയും അറുക്കുന്നത്. മുജാഹിദ് എന്താ പറയുന്നത്? യാ ഗൗസു യാ മുഹിയുദ്ദീൻ എന്ന് ഒരു വട്ടം വിളിച്ചാൽ 4 വട്ടം കാഫിറാകുമെന്നാണ്. യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഒരു പ്രാവശ്യം ഒരാൾ വിളിച്ചാൽ 4 പ്രാവശ്യം കാഫിറാകുമെന്നാണ് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന മുജാഹിദിന്റെ അനിഷേധ്യനായ നേതാവ് വെളിയങ്കോട് ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്ന ഈ പുസ്തകത്തിന്റെ 2ാമത്തെ പേജിൽ തന്നെ പറയുന്നത്. ആകയാൽ മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം തേടിയാൽ 4 പ്രാവശ്യം കാഫിറാകും. ആരൊക്കെയാണ് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്? വളരെ വലിയ മുജാഹിദിന്റെ വലിയ നേതാക്കന്മാർ. പി കെ മൂസ മൗലവി പുളിക്കൽ, പി സയ്യിദ് മൗലവി പ്രസിഡന്റ് കേരള ജംഇയ്യത്തുൽ ഉലമ, കെ ഇബ്രാഹിം മൗലവി സെക്രട്ടറി കേരള ജംഇയ്യത്തുൽ ഉലമ, ഡോക്ടർ എം ഉസ്മാൻ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിഡന്റ്, കെ വി മുഹമ്മദ് മൗലവി സെക്രട്ടറി കേരള നദ്വത്തുൽ മുജാഹിദീൻ, അങ്ങനെ മുജാഹിദിന്റെ തല തൊട്ടപ്പന്മാരൊക്കെയും ഒപ്പുവെച്ച, ശരിയെന്ന് അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെച്ച പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നത് മുഹിയുദ്ദീൻ ശൈഖെ എന്ന് ഒരു വട്ടം വിളിച്ചാൽ 4 വട്ടം കാഫിറാവുന്ന. എന്നാൽ അങ്ങനെ 4 വട്ടം ഒരു വട്ടം വിളിച്ചാൽ 4 വട്ടം കാഫിറാകുമെങ്കിൽ 1000 വട്ടം വിളിച്ചാൽ 4000 വട്ടം കാഫിറാവുമല്ലോ. ഇങ്ങനെ ഒരു രാത്രി ഉതുബിയത്ത് നടത്തി 4000 വട്ടം കാഫിറായ മൊല്ലാക്ക കുറ്റിപ്പുറത്തങ്ങാടിയിലെ പോത്തിനെ അറുത്താൽ ആ പോത്തിന്റെ ഇറച്ചി ചൂടോടെ വാങ്ങിക്കൊണ്ടുപോകുന്ന ഒന്നാമത്തെ ആളാരാ? ഈ മൊല്ലാക്ക 4000 വട്ടം കാഫിറാണ് എന്ന് പറഞ്ഞ അതേ മുജാഹിദ് തന്നെ, അതേ ജമാഅത്തെ ഇസ്ലാമിക്കാര് തന്നെ. അല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രത്യേക അറവുശാലയുണ്ടോ കേരളത്തിൽ?
മുജാഹിദുകൾക്ക് പ്രത്യേക അറിവ് കേന്ദ്രമുണ്ടോ കേരളത്തിൽ? ഏതെങ്കിലും ഗ്രാമങ്ങളിലുണ്ടോ? ഏതെങ്കിലും പട്ടണങ്ങളിലുണ്ടോ? ഇല്ല. ആ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള വല്ലാക്കന്മാരും മുസ്ലിയാക്കന്മാരും രാത്രി മുഴുവനും കുതുബിയത്ത് നടത്തി 4000 വട്ടം ആവർത്തിച്ച് കാഫറായി. ആ കാഫറായ കത്തി കൊണ്ട് തന്നെ വെക്കുന്ന അറക്കുന്ന മൂരി, ആ മൂരിയുടെ ഇറച്ചി തന്നെ ചൂടോടെ വാങ്ങിക്കൊണ്ടുപോയി വയറ് മുട്ട തിന്നുന്ന, മൂക്കറ്റം തിന്നുന്ന സമ്പ്രദായം സഹോദരങ്ങളെ കേരളത്തിൽ നാം കാണുന്നില്ലേ? വേങ്ങരക്കടുത്ത് ഒരു പ്രദേശത്ത് ഞാനിത് പ്രസംഗിച്ചു. മുജാഹിദ് മൗലവിയോട് ചോദിച്ചു, എങ്ങനെയാണ് മുശ്രിക്കായ ഒരു മനുഷ്യൻ അറുത്തത് നമ്മൾ തിന്നാ? മുശ്രിക്കായ മനുഷ്യൻ അറുത്തത് തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റില്ലെന്ന് കേരളത്തിലെ മുജാഹിദുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുശ്രിക്ക് അറുത്തത് തിന്നാൻ പറ്റില്ലെന്ന് കേരളത്തിലെ മുജാഹിദുകൾ തന്നെ സഹോദരങ്ങളെ എഴുതി വെച്ചത് കാണാൻ കഴിയും. അറുത്തത് തിന്നാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, അൽമനാർ മാസിക. അൽമനാർ മാസികയിൽ പറയുന്നത്, അപ്പോൾ ശിർക്ക് ചെയ്തവൻ അറുത്ത മാംസം ശവത്തിന്റെ വിധിക്കർഹമാണ്. ശിർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിച്ചാൽ ഒരു പ്രാവശ്യം വിളിച്ചാൽ 4 വട്ടം കാഫിറാവും. 1000 പ്രാവശ്യം വിളിച്ചാൽ 4000 വട്ടം കാഫിറാവും. അങ്ങനെ 4000 വട്ടം കാഫിറായ ഒരു മനുഷ്യൻ ഒരു മൃഗത്തെ അറുത്താൽ ആ മൃഗം ശവത്തിന്റെ വിധിക്കർഹമാണ്. അത് ശവമാണ്. അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിലും ശരി, അള്ളാന്റെ പേര് ഉച്ചരിച്ചാണ് മൊല്ലാക്ക അറുത്തത്, എന്നാലും ശരി അത് ശവമാണ്. കാരണം അവരുടെ ബിസ്മി ചൊല്ലൽ അസ്ഥാനത്താണ്, അതിനൊരു പ്രതിഫലനവുമില്ല. അപ്പോൾ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിച്ച് കുതുബിയത്ത് നടത്തിയ മൊല്ലാക്ക, അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിലെ അത്തഹിയ്യാത്തിൽ അയ്യുഹൻ നബിയോ, ഓ മുഹമ്മദ് നബിയേ എന്ന് മരിച്ചുപോയ നബിയെ വിളിച്ചുകൊണ്ട് അത്തഹിയ്യാത്ത് ചൊല്ലിയ മൊല്ലാക്ക, അല്ലെങ്കിൽ പള്ളിയിലെ ഇമാമ് നമ്മുടെ കുറ്റിപ്പുറത്തങ്ങാടിയിലെ ഏതെങ്കിലും ഒരു അറവുശാലയിൽ അറവ് നടത്തിയാൽ, ഏതെങ്കിലും ഒരു പോത്തിനെ, കാളയെ അറുത്താൽ, ആടിനെ അറുത്താൽ ആ ആട് ശവമാണ്, ആ പോത്ത് ശവമാണ്, ആ കാള ശവമാണ്, അത് തിന്നാൻ പാടില്ല എന്ന് അൽമനാർ മാസികയിലൂടെ ലേഖനമെഴുതി പ്രചരിപ്പിച്ച മുജാഹിദുകൾ. ഖുർആൻ സ്വീകരിക്കണ്ട, സുന്നത്തും സ്വീകരിക്കണ്ട, അത് രണ്ടും സ്വീകരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നിങ്ങൾക്ക് തന്നിട്ടുമില്ല. എന്നാലും സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അൽമനാർ സ്വീകരിച്ചുകൂടെ? അൽമനാറിൽ പറയുന്നത് സുന്നികൾ അറുത്തത് അവർ ശിർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് അത് ശവത്തിന് സമാനമാണ്. ചത്ത ശവത്തെ ആരെങ്കിലും തിന്നുമോ? എന്നാൽ അതും തിന്നാൻ മത്സരിക്കുന്നവരാണ് മുജാഹിദുകൾ. വേങ്ങരയിൽ വെച്ച് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ശവത്തെ തിന്നുക? ഇവിടെ വേങ്ങരയിൽ അല്ലെങ്കിൽ നടുക്കരയിൽ സഹോദരങ്ങളെ അറുക്കുന്നത് പള്ളിയിലെ മൊല്ലാക്കയല്ലേ, പള്ളിയിലെ ഉസ്താദല്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അറുത്തത് ഭക്ഷിക്കുക? അപ്പൊ മുജാഹിദിന്റെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ മറുപടി, ഇറച്ചി നിങ്ങൾ അങ്ങനെ ഒറ്റക്ക് തിന്നാൻ നോക്കണ്ടെന്നായിരുന്നു. ഇറച്ചി അങ്ങനെ ഒറ്റക്ക് തിന്നാൻ നോക്കണ്ട, ഞങ്ങൾക്കും വേണമെന്ന്. അപ്പൊ ഇറച്ചിയിലൂടെ ശിർക്ക് എത്രയും അകത്തോട്ട് കടത്താം. ഇറച്ചി ഇങ്ങനെ വെന്തിട്ട് കൊത്തമ്പല്ലിന്റെ ആ വാസന ഇങ്ങനെ വന്നാൽ അപ്പൊ പിന്നെ ശിർക്കൊന്നും എന്തല്ല, ശിർക്കൊക്കെ തൽക്കാലം പോക്കറ്റിലിട്ടിട്ട് ഇറച്ചി തട്ടാം. കുത്തുബിയത്ത് ചൊല്ലാത്ത മൊല്ലാക്കന്മാരുണ്ടോ നാട്ടിൽ? കുത്തുബിയത്ത് ചൊല്ലാത്ത മുസ്ലിയാക്കന്മാരുണ്ടോ? മുത്തുനബിയെ വിളിക്കാത്ത മുസ്ലിമീങ്ങളുണ്ടോ? ആ മുത്തുനബിയെ വിളിച്ചുകൊണ്ട് സഹോദരങ്ങളെ ജീവിക്കുന്ന മുസ്ലിം, അവൻ അറുത്തത് ശവത്തിന് സമാനമാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ആ മുസ്ലിമീങ്ങൾ സഹോദരങ്ങളെ കേരളത്തിലെ മുജാഹിദ് പണ്ഡിത സംഘടനയുടെ ഏറ്റവും വലിയ അതിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന വെളിയങ്കോട് മൗലവി, അദ്ദേഹം എഴുതിയ കുപ്രസിദ്ധമായ ഒരു ലേഖനമാണ് എന്റെ കയ്യിലുള്ളത്. കൊടിയ ശിർക്ക് എന്ന പേരിലാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? ഈ ലേഖനത്തിൽ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ
അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും മദീനത്ത് പോയാൽ അവൻ അമ്പലത്തിൽ ചെന്ന് ബിംബത്തെ പൂജിക്കുന്നതിലേറെ കടുത്ത കുറ്റമാണ് ചെയ്യുന്നത്. എന്താ ഈ ലേഖനം പ്രസിദ്ധീകരിക്കുവാനുള്ള കാരണം? അതും ഉമർ മൗലവി പറയുന്നുണ്ട്. 22/1/84 ചന്ദ്രികാ പത്രത്തിൽ പ്രശാന്തമായ മദീന നഗരം എന്ന തലവാചകത്തിൽ വന്നൊരു കുറിപ്പ്, തലവാചകത്തിലുള്ള കുറിപ്പിൽ വന്നൊരു വാചകം എന്നെ വളരെ വിഷമിപ്പിച്ചു. ആരെ? ഉമർ മൗലവിക്ക് വല്ലാത്ത വിഷമം ചന്ദ്രിക വായിച്ചപ്പോ. എന്താ ചന്ദ്രികയിലുള്ളത്? സമുദായത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള ശിർക്കിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്ന ഒരു വാചകമാണത്. പണ്ഡിതന്മാർ മിക്കവരും അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരും ചിലർ മൗനാനുവാദം നൽകുന്നവരുമാണ് എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം അവസാനം അദ്ദേഹം പറയുന്നു, ചന്ദ്രികയിൽ വന്ന പ്രസ്തുത വാചകം ഉമർ മൗലവിയെ വല്ലാതെ വിഷമിപ്പിച്ചു കളഞ്ഞ ചന്ദ്രികയിൽ വന്ന വാചകം അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ബഹളമയമായ പാശ്ചാത്യ ലോകത്തിൽ നിന്നും 20 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ അനുഗ്രഹം കാംക്ഷിച്ചു വന്ന എനിക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ ശാന്തിയാണ് ഇവിടെ ദർശിക്കാൻ സാധിച്ചത്. വിട പറയാനിരിക്കുന്ന ഒരു അമേരിക്കൻ തീർത്ഥാടകന്റെ പ്രതികരണമാണിത്. എന്താ പറഞ്ഞത്? അമേരിക്കയിൽ നിന്ന് ശാന്തി നഷ്ടപ്പെട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് ഞാൻ മദീനത്തെത്തിയപ്പോൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന മുനവ്വറയിൽ വന്നപ്പോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചു ലഭിച്ചു, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ശാന്തി തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ഹാജി നടത്തിയ ഒരു പരാമർശം സഹോദരങ്ങളെ ചന്ദ്രികയിൽ അച്ചടിച്ചു വന്നു. ചന്ദ്രികയുടെ ഒരു എഴുത്തുകാരൻ ആ വർഷം പരിശുദ്ധ മക്കയിൽ ഹജ്ജിന് ചെന്നപ്പോ മദീനയിൽ വെച്ച് കണ്ടുമുട്ടിയ ഹാജിയുമായി, അമേരിക്കൻ ഹാജിയുമായി നടത്തിയ അഭിമുഖം, ആ അഭിമുഖം നാട്ടിൽ എത്തിയ ശേഷം അദ്ദേഹം ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചു. ആ ചന്ദ്രികയിൽ അച്ചടിച്ചു വന്ന വാചകമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം തേടി മദീനയിൽ എത്തിച്ചേർന്ന എനിക്ക് നഷ്ടപ്പെട്ടു പോയ ശാന്തി തിരിച്ചു ലഭിച്ചു. ഈ വാചകം ഉദ്ധരിച്ചതിന് ശേഷം ഉമർ മൗലവി പറയുന്നു, മാന്യ വായനക്കാരെ, പ്രവാചകന്റെ അനുഗ്രഹം കാംക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ, അതാണ് ശിർക്ക്, കഠിനമായ ശിർക്ക്, ബിംബാരാധനയെക്കാളും കടുത്ത ശിർക്ക്. അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്തവരാരാണ് സഹോദരങ്ങളെ മുസ്ലിം സമുദായത്തിലുള്ളത്? മരണപ്പെടുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരിക്കൽ എനിക്ക് മക്കത്ത് പോകണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, എനിക്ക് മദീനത്ത് പോകണം, അള്ളാഹുവിന്റെ റസൂലിനോടൊരു സലാം പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ട മനോഹരമായ പച്ചക്കുബ്ബയിലേക്ക് മതിവരുവോളം എനിക്ക് നോക്കി നിൽക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഏത് മുസ്ലിമാണ് ലോകത്തുള്ളത്? ഏത് മുസ്ലിം സഹോദരിയാണ് ലോകത്തുള്ളത്? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഇശാ നിസ്കാരത്തിന്റെ സമയമാകുന്നത് വരെ മുസല്ല മടക്കി വെക്കാതെ ആ മുസല്ലയിൽ തന്നെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മനോഹരമായ പച്ചക്കുബ്ബ കാണുന്നതിനുള്ള തൗഫീഖിന് വേണ്ടി പരിശുദ്ധമായ കഅബാലയം കാണാനും അവിടെ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനുമുള്ള തൗഫീഖിന് വേണ്ടി നമ്മുടെ ഉമ്മമാര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിസ്കാരവും കഴിഞ്ഞിട്ട് പള്ളിയിലെ ഇമാമ്, പടച്ചവനെ ഞങ്ങൾക്ക് ഹജ്ജിനുള്ള തൗഫീഖ് ചെയ്യണം, ഞങ്ങൾക്ക് മദീനത്ത് വരാനുള്ള തൗഫീഖ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ മുസ്ലിമീങ്ങള് വളരെ വേദനയോടെ, വളരെ ആഗ്രഹത്തോടെ, ഉത്കടമായ ആത്മാർത്ഥതയോടെ അവര് ആമീൻ ആമീൻ എന്ന് ഉറക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ മുസ്ലിമീങ്ങളും ആഗ്രഹിക്കുന്ന ഒരു യാത്ര, മദീനത്തേക്കുള്ള യാത്ര, മക്കത്തേക്കുള്ള യാത്ര. ആ മദീനത്തേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും പോയാൽ അവൻ അമ്പലത്തിൽ ചെന്ന് ബിംബത്തെ പൂജിക്കുന്നതിലേറെ വലിയ മുശ്രിക്കാണ്. എന്നാൽ ആ മുശ്രിക്കിനെ തന്നെ മുജാഹിദ് തുടർന്ന് നിൽക്കരിക്കും. അതാണ് അത്ഭുതം. ആ മുശ്രിക്ക് അറുത്തത് മുജാഹിദ് ഭക്ഷിക്കും. ആ മുശ്രിക്കിന്റെ മകളെ തന്നെ വാശിയോടെ മുജാഹിദ് കെട്ടും. കാണുന്നില്ലേ നമ്മൾ? മുത്തുനബിയെ വിളിച്ചതിന്റെ പേരിൽ 1000 വട്ടം കാഫിറാണ് എന്ന് പറഞ്ഞ് കാഫിറാക്കി എഴുതി തള്ളിയ മുജാഹിദുകൾ, കാഫിറാക്കി എഴുതി തള്ളിയ മുജാഹിദുകൾ, എഴുതി തള്ളിയ സുന്നികൾ,
അതുപോലെ അവർ അറുത്തത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മുജാഹിദ് എന്ന് പറഞ്ഞ മുസ്ലിയാക്കന്മാരും മൊല്ലാക്കന്മാരും. ആ മൊല്ലാക്കയെ തുടർന്നുകൊണ്ട് തന്നെ മുജാഹിദ് നിസ്കരിക്കുന്നു. ആ മൊല്ലാക്കയെ തുടർന്നുകൊണ്ട് തന്നെ മുജാഹിദ് നിസ്കാരം നിർവഹിക്കുന്നു. ആ മുസ്ലിയാരെ തുടർന്നുകൊണ്ട് തന്നെ മുജാഹിദുകൾ നിസ്കരിക്കുന്നു. ആ മുശ്രിക്കിനെ തുടർന്നുകൊണ്ട് തന്നെ മുജാഹിദുകൾ നിസ്കാരം നിർവഹിക്കുന്നു. ആ മുശ്രിക്ക് അറുത്തത് തന്നെ മുജാഹിദുകൾ ഭക്ഷിക്കുന്നു. ആ മുശ്രിക്കിന്റെ മകളെ തന്നെ മുജാഹിദ് കെട്ടുന്നു. പറയുന്നതിൽ ഇവർക്ക് എന്താ ആത്മാർത്ഥതയാണുള്ളത് സഹോദരങ്ങളെ? 1000 വട്ടവും 4000 വട്ടവും കാഫറാണ് എന്ന് മാത്രമല്ല, രസാവഹമായ കാര്യം കേൾക്കണോ നിങ്ങൾക്ക്? സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് വരെ മുജാഹിദുകൾ അവരുടെ പത്രങ്ങളിൽ എഴുതി വെച്ചത് കാണാം. സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ്. കേരളത്തിലെ മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാർ മാസിക, ആ അൽമനാർ മാസികയിൽ നേർച്ചകൾ എന്ന തലവാചകത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ലേഖനം കാണാം. നേർച്ചകൾ. ആ നേർച്ചകൾ എന്ന തലവാചകത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനത്തിൽ പറയുന്നത്, ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവർ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നുമൊക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. അപ്പൊ നേർച്ച നടത്തുന്ന ആള് മുശ്രിക്കാണ്, മുശ്രിക്കിനെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് കേരളത്തിലെ മുജാഹിദുകൾ അവരുടെ മുഖപത്രമായ അൽമനാർ മാസികയിൽ തന്നെ ലേഖനം പ്രസിദ്ധീകരിച്ചു. നേർച്ച നടത്തുന്നവര്, മൗലിദ് പാരായണം നടത്തുന്നവര്, അതുമൂലം അള്ളാഹുവിൽ നിന്ന് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് അവരൊക്കെ മുശ്രിക്കുകളാണ്. ആ മുശ്രിക്കിനെ കൊല്ലൽ നിർബന്ധമാണ്. എന്നാൽ ആ കൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ അതേ മുശ്രിക്കിനെ തന്നെ സുബഹി നിസ്കാരത്തിൽ കൃത്യമായി മുജാഹിദ് തുടരും. ഞങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു, ലളിതമായ ചോദ്യം. ഒരു മുശ്രിക്കിനെ മുസ്ലിമിന് തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മുശ്രിക്ക് അറുത്തത് മുസ്ലിമീങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റുമോ? മൂന്നാമത്തെ ചോദ്യം, മുശ്രിക്കിന്റെ മകളെ മുസ്ലിമിന് വിവാഹം ചെയ്യാൻ പറ്റുമോ? ഈ 3 ചോദ്യങ്ങൾക്കും മുജാഹിദുകൾ ഉത്തരം പറയാം. യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് 1 തവണ വിളിച്ചാൽ 4 തവണ കാഫിറാകും എന്നാണ് നിങ്ങളുടെ വാദം. ഖുതുബിയ്യത്തിൽ 1000 തവണ വിളിച്ചാൽ 4000 തവണ കാഫിറാകും എന്നാണ് നിങ്ങളുടെ വാദം. എങ്കിൽ അങ്ങനെ രാത്രി ഉറക്കമൊഴിച്ച് 1000 തവണ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിച്ച് 1000 വട്ടവും 4000 വട്ടവും കാഫിറായ മൊല്ലാക്ക സുബഹി നിസ്കാരത്തിന് ശേഷം കുറ്റിപ്പുറം പട്ടണത്തിലോ അല്ലെങ്കിൽ കോട്ടക്കൽ പട്ടണത്തിലോ വെച്ച് അറുത്ത അറവ് നടത്തിയ കാളയെ, പോത്തിന്റെ ഇറച്ചി ചൂടോടെ തിന്നുന്നതിന്റെ വിധി എന്ത്? മുശ്രിക്ക് അറുത്തത് ഭക്ഷിക്കാമോ? മുശ്രിക്കിനെ തുടർന്ന് നിസ്കരിക്കാമോ? മുശ്രിക്കിന്റെ മകളെ കല്യാണം കഴിക്കാമോ? ഇത് 3ഉം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിധി എന്താണ്? ഇത് പറയണ്ടേ നിങ്ങൾ? ഇപ്പോ കേൾക്കണോ നിങ്ങൾക്ക് രസാവഹമായ മറ്റൊരു കാര്യം? മമ്പുറത്തേക്ക് സ്വലാത്തിന് പോകലും ശിർക്കാണ് പോയി. സുബ്ഹാനല്ലാഹ്. മമ്പുറത്തേക്ക് ഒരാൾ സ്വലാത്തിന് പോയാൽ അവൻ മുശ്രിക്കാകും എന്നാണ് കേരളത്തിലെ മുജാഹിദുകൾ. ഈ സൽസബീൽ മാസിക 1970കളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ സൽസബീൽ മാസികയിൽ മുജാഹിദുകൾ പറയുന്നത്, മമ്പുറത്തേക്ക് സ്വലാത്തിന് പോയാൽ അതും ശിർക്കാണെന്നാണ്. മക്കാമിനെ സംബന്ധിച്ച്, ദർഗകളെ സംബന്ധിച്ച് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അവിടെ വിളക്ക് കത്തിക്കുക, ആ എടുപ്പിന് വെള്ളയടിക്കുക, പെയിന്റിടുക, മുറ്റം അടിക്കുക മുതലായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ വചനത്തിന് വിരുദ്ധമായ ശിർക്കിന്റെ ആരാധനകളാണ്. അവ മമ്പുറത്ത് പോയിട്ട് മുറ്റടിച്ചാൽ ഓൻ കാഫിറായി. മമ്പുറത്തെ പള്ളിക്ക് അവിടുത്തെ മക്കാമിന് പെയിന്റ് അടിച്ചാൽ ഓൻ കാഫിറായി.
ആ മക്കാമിന്റെ ഉള്ളിലെ മാറാല തട്ടിയാൽ ഓനും കാഫിറായി. ആ ചിലന്തി അടക്കം ചിലന്തിയെ തട്ടുന്നവനും ഒന്നിച്ച് കാഫിറായി. ഇങ്ങനെ മക്കാമുമായി തൊട്ടതും പിടിച്ചതും ഒക്കെ കാഫിറാണ്, ഒക്കെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന വെളിയങ്കോട് ഉമർ മൗലവി പറയുന്നു, മമ്പുറത്തിന് പോവുക എന്ന ഒരു സംഗതിയുണ്ടല്ലോ, മമ്പുറത്ത് സ്വലാത്തിന് പോവുക എന്ന ഒരു സംഗതിയുണ്ടല്ലോ, മമ്പുറത്തെ തങ്ങളിൽ നിന്ന് വല്ല കാര്യവും സാധിക്കണമെന്ന ഉദ്ദേശം അതിലുണ്ടെന്ന് തീർച്ചയാണ്. അതിനാൽ ആ സ്വലാത്തിൽ പങ്കെടുക്കലും ശിർക്കിന്റെ ആരാധനയാണ്. അപ്പൊ മമ്പുറത്ത് സ്വലാത്തിന് പോകലും ശിർക്കാണ്, മമ്പുറത്ത് പോയി സ്വലാത്ത് ചൊല്ലുന്നവനും മുശ്രിക്കാണ്. അങ്ങനെയുള്ള ഉദ്ദേശം ഇല്ലാത്ത നിലയിൽ സിയാറത്തിന് പോകലോ അതും ശരിയല്ല. കാരണം ശിർക്കിന്റെ ഉദ്ദേശത്തോടുകൂടി പോകുന്നവരോടൊപ്പം പങ്കെടുക്കലാണല്ലോ അത്. മനസ്സിലായില്ല? മമ്പുറം തങ്ങളിൽ നിന്ന് വല്ല ഗുണവും കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും സ്വലാത്തിന് പോയാൽ അവൻ മുശ്രിക്ക്. എന്നാൽ അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല, അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല, അവൻ വെറും സ്വലാത്തിന് മാത്രം പോവുകയാണ്. എന്നാ കാഫിറാവോ? എന്നാലും കാഫിറാവും. കാരണം എന്താ? മമ്പുറത്തെ തങ്ങളെ ലക്ഷ്യമാക്കി പോകുന്ന ഏതെങ്കിലും മുസ്ലിമിന്റെ കയ്യിലോ വിരലിലോ അവന്റെ ഡ്രസ്സിലോ അവന്റെ തൊപ്പിയിലോ ടവലിലോ അവന്റെ മൂക്കിലോ ഇവന്റെ കൈ തട്ടിപ്പോയാലോ അപ്പൊ ഇവനും കാഫിറാവും. അപ്പൊ മമ്പുറത്തെ സ്വലാത്തിന് പോകുന്ന ആളുടെ ശരീരത്തിൽ തട്ടിക്കൂടാ, അവന്റെ മൂക്കിൽ തൊട്ടുകൂടാ, അവന്റെ ടവലിൽ സ്പർശിച്ചുകൂടാ, അവന്റെ കുപ്പായ കയ്യിൽ തൊട്ടുകൂടാ, അവന്റെ വാച്ചിൽ സമയം എത്രയായി എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം തൊട്ടാലും സ്പർശിച്ചാലും മണത്താലും ഒക്കെ കാഫിർ. എന്തൊരു പരിഹാസ്യം! ഇസ്ലാമിന്റെ പേരിൽ, ഖുർആനിന്റെ പേരിൽ, സുന്നത്തിന്റെ പേരിൽ സഹോദരങ്ങളെ ഇവരിറക്കുമതി ചെയ്ത മാലിന്യം നമ്മുടെ ഹോട്ടലുകളിൽ നിന്നും സഹോദരങ്ങളെ എറിയപ്പെടുന്ന സഞ്ചിയിലാക്കി പ്ലാസ്റ്റിക് കവറുകളിലാക്കി എറിയപ്പെടുന്ന കോഴി മാലിന്യങ്ങളുടെ മാലിന്യത്തെക്കാൾ ദുർഗന്ധപൂരിതമായ ആശയങ്ങളാണ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ, അതുപോലെ സുന്നത്തിന്റെ പേരിൽ, പ്രമാണങ്ങളുടെ പേരിൽ സഹോദരങ്ങളെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്പുറം തങ്ങളിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കാൻ പാടില്ല പോലും. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണം ചെയ്യുമെന്നും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ വന്നിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഗുണഗണങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞതിന് ശേഷം സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ. പ്രവാചകനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വിശ്വാസികളെ സംബന്ധിച്ച് ഈ പ്രവാചകൻ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഈ പ്രവാചകൻ റഊഫുൻ കൃപ ചെയ്യുന്ന നബിയാണ്, റഹീമുൻ അനുഗ്രഹം ചെയ്യുന്ന നബിയാണ്. അള്ളാഹുവിന്റെ റസൂല് കൃപ ചെയ്യും, ഖുർആൻ പറയുന്നു. അള്ളാഹുവിന്റെ റസൂല് അനുഗ്രഹം ചെയ്യും, ഖുർആൻ പറയുന്നു. കേരളത്തിലെ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം തേടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിച്ചു ആരെങ്കിലും മദീനത്ത് പോയാൽ അവൻ അമ്പലത്തിൽ ചെന്ന് ബിംബത്തെ പൂജിക്കുന്നതിലേറെ വലിയ കുറ്റമാണ് ചെയ്യുന്നത്. നമ്മുടെ കുറ്റിപ്പുറം പട്ടണത്തിൽ നിന്ന് ഒരാൾ ശബരിമലയിലേക്ക് തോളാൻ പോകുന്നു. ഒരു മുസ്ലിം സഹോദരൻ, ഉദാഹരണത്തിന് വേണ്ടി പറയാം, ഒരു മുസ്ലിം സഹോദരൻ ശബരിമലയിലേക്ക് തോളാൻ പോകുന്നു. അതേ കുറ്റിപ്പുറത്ത് നിന്ന് ഒരു മുസ്ലിം സഹോദരൻ മദീനത്തേക്ക് അള്ളാന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യാൻ പോകുന്നു. ഈ രണ്ട് മുസ്ലിമിനെയും, അമ്പലം തോഴാൻ പോകുന്ന മുസ്ലിമിനെയും മദീനയിൽ റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന മുസ്ലിമിനെയും രണ്ടുപേരെയും തട്ടിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കുറ്റം ആർക്കാ കിട്ടുക? ഏറ്റവും കൂടുതൽ കുറ്റം അമ്പലം തോഴാൻ പോയ മുസ്ലിമിനല്ല, പിന്നെയോ
മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യാൻ പോയ മുസ്ലിമിനാണ് ഏറ്റവും വലിയ കുറ്റം ലഭിക്കുക. കാരണം അമ്പലത്തിൽ പോയി ബിംബത്തെ പൂജിക്കുന്നതിലേറെ കൊടിയ ശിർക്കും കൊടിയ കുറ്റവുമാണ് മദീനത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ശരീഫ് സിയാറത്ത് ചെയ്യാനും അവിടുത്തെ അനുഗ്രഹം ആഗ്രഹിക്കാനും മദീനയിലേക്ക് പോകുന്നത് അത്രയും വലിയ കുറ്റമാണ് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മുജാഹിദ് പൗരോഹിത്യ സഭയുടെ അധ്യക്ഷനായിരുന്ന വെളിയങ്കോട് മൗലവിയാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ തോന്നിവാസങ്ങൾ മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് മുസ്ലിമീങ്ങൾ. തോന്നിവാസങ്ങൾ മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹം. എന്ത് തെറ്റാണ് നാം ചെയ്തത് എന്നറിയില്ല. കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് പടച്ചറബ് ഇറക്കിക്കൊടുത്ത ഒന്നാമത്തെ ശിക്ഷയാണ് മുജാഹിദ്. രണ്ടാമത്തെ ശിക്ഷയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും മുജാഹിദിൽ നിന്നും മുസ്ലിമീങ്ങൾ കേട്ട തോന്നിവാസങ്ങളുടെ നഖചിത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ 19 കൊല്ലക്കാലമായി നമ്മെ വിളിച്ചുകൊണ്ട്, നമ്മുടെ മക്കളെ വിളിച്ചുകൊണ്ട്, നമ്മുടെ പിതാക്കളെ വിളിച്ചുകൊണ്ട്, നമ്മുടെ മാതാക്കളെ വിളിച്ചുകൊണ്ട്, നമ്മുടെ പൂർവ്വപിതാക്കളെ വിളിച്ചുകൊണ്ട്, പൂർവീക കാരണവന്മാരെ വിളിച്ചുകൊണ്ട് മുജാഹിദുകൾ പറയുന്നു, നിങ്ങൾ മുശ്രിക്കുകളാണ്, നിങ്ങൾ കാഫിറുകളാണ്. എന്തേ സുഹൃത്തെ അങ്ങനെ പറയാൻ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഉത്തരം, നിങ്ങൾ മുത്തുനബിയെ വിളിക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ കാഫിറുകളാണ്, നിങ്ങൾ മുശ്രിക്കുകളാണ് എന്നാണ്. ഈ ആരോപണം ഇനി മുജാഹിദുകൾ തുടരുന്ന പക്ഷം, ജമാഅത്തെ ഇസ്ലാമി ഈ ആരോപണവുമായി ഇനിയും മുന്നോട്ട് പോകുന്ന പക്ഷം, ഞാൻ എന്റെ മുസ്ലിം സഹോദരങ്ങളോട് വിനയത്തോടെ പറയുന്നു, ഇവരെ ജനകീയ വിചാരണയ്ക്ക് വിധേയമാക്കണം. ഏതൊരാദർശവും ഏതൊരു ചിന്തയും പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ അത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, ഇസ്ലാമിന്റെ പേരിൽ അത് പ്രബോധനം ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് പ്രമാണബദ്ധമാണ്, അത് പ്രമാണങ്ങൾക്ക് നിരക്കുന്നതാണ്, അത് ഖുർആനിനും സുന്നത്തിനും നിരക്കുന്നതാണ് എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ധാർമ്മികമായ മതപരമായ ഉത്തരവാദിത്വം കേരളത്തിലെ മുജാഹിദുകൾക്കുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. ഈ രണ്ട് വിഭാഗവും ഇക്കാലം വരെയും ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന കാര്യം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി വനിതാ സമ്മേളനം നടത്തുകയാണ്. അതും കുറ്റിപ്പുറത്തിന്റെ മണ്ണിൽ. കുറ്റിപ്പുറത്തുകാര് ഭാഗ്യവാന്മാരാണ്. കുറ്റിപ്പുറത്തിന്റെ മണ്ണിൽ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ സമ്മേളനം നടക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനെ ഒരു വനിതാ സമ്മേളനം നടന്നിട്ടില്ല. പൂർവികന്മാരുടെ കാലത്തൊന്നും നടന്നിട്ടില്ല. അബുൽ മൗദൂദിയുടെ കാലത്ത് പോലും ഇങ്ങനെ ഒരു വനിതാ സമ്മേളനം നടന്നിട്ടില്ല. വനിതകൾ വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞ മനുഷ്യരാണ് അബുൽ മൗദൂദി. ആ അബുൽ മൗദൂദിയുടെ അനുയായികളാണ് കുറ്റിപ്പുറം പുഴയുടെ മണൽ പ്രദേശത്തേക്ക് വനിതകളെ ഒന്നാകെ ഇറക്കുന്നത്. എന്തൊക്കെ ദുരന്തങ്ങൾക്ക് നാം സാക്ഷിയാകണമെന്ന് കണ്ടറിയണം, കേട്ടറിയണം, അനുഭവിച്ചറിയണം. അതും കേരളത്തിന്റെ പേരിൽ. ജമാഅത്തെ ഇസ്ലാമിയുടെതൊക്കെ കേരളത്തിന്റെ പേരിലാണ്. കേരള ഹജ്ജ് ഗ്രൂപ്പ് 2 കൊല്ലം നടത്തി, പിന്നെ പൊളിഞ്ഞു. ഇപ്പൊ കേരളമല്ല, ഇന്ത്യയില്ല. ഇപ്പോൾ സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുന്നു, കേരള വനിതാ സമ്മേളനം. പ്ലാച്ചിമടയിൽ മൈലമ്മക്ക് വെള്ളം കുത്തലാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമായ പ്രാസ്ഥാനിക ദീനീ പോരാട്ടം. അപ്പൊ അതിന്റെ ഭാഗമായി കേരള വനിതകളുടെ സമ്മേളനമാണ് ജമാഅത്തെ ഇസ്ലാമി വിളിച്ചുകൂട്ടുന്നത്. സഹോദരങ്ങളെ, ദുരന്തങ്ങളും ദുരിതങ്ങളും പരിഹാസ്യമായ ഒരുപാട് പ്രവണതകളും പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കുകയും അത് ഇസ്ലാമിന്റെ പേരിലും പ്രമാണങ്ങളുടെ പേരിലും ഇറക്കുമതി ചെയ്യുകയും അവസാനം ലോകത്തുള്ള മുസ്ലിമീങ്ങൾ, കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ മൊത്തവും കാഫിറുകളാണ്, മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും നയം നിരന്തരമായി ചോദ്യം ചെയ്യപ്പെടണം, തുടർച്ചയായി വിമർശിക്കപ്പെടണം, നിരന്തരമായി എതിർക്കപ്പെടണം എന്ന കാര്യം സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അവസാനമായി ഒരു കാര്യം ഞാൻ പറയുന്നു. ഒറ്റക്കാര്യം.
കേരളത്തിലെ ഏതൊരു മുസ്ലിം കുഞ്ഞും ആ മുസ്ലിം കുഞ്ഞ് ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദിന്റെ ശബ്ദം കേൾക്കുന്നത് സ്വന്തം ഉപ്പയുടെ ചുണ്ടിൽ നിന്നാണ്. പ്രസവിക്കപ്പെട്ട കുഞ്ഞിന്റെ വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കണമെന്നും ഇടതു ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണമെന്നും നിർദ്ദേശിച്ച മതമാണ് ഇസ്ലാം. ആ ചോരക്കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് ആ ചോരക്കുഞ്ഞിന്റെ വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നത് പലപ്പോഴും ഉപ്പയായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും. ആ ഉപ്പയുടെ ചുണ്ടിൽ നിന്നാണ് ആദ്യമായി ഒരു മുസ്ലിം കുഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ശബ്ദം കേൾക്കുന്നത്. സഹോദരങ്ങളെ, ആ കുഞ്ഞ് ഉമ്മയുടെ കരങ്ങളിലെത്തുമ്പോൾ അവൻ വാശി പിടിച്ച് കരയാൻ തുടങ്ങുമ്പോ, അവൻ പൊട്ടിക്കരയാൻ തുടങ്ങുമ്പോ ആ ഉമ്മ ചെയ്യുന്ന ഒരു തന്ത്രമുണ്ട്. ആ ഉമ്മയെ തുണി കൊണ്ട് കെട്ടിയുണ്ടാക്കിയ തൊട്ടിലിൽ കിടത്തി, ആ കുട്ടിയെ തുണി കൊണ്ട് കെട്ടിയുണ്ടാക്കിയ തൊട്ടിലിൽ കിടത്തി സ്വന്തം മാതാവ് താരാട്ട് പാടും. ആ താരാട്ട് പാടുമ്പോ ഉമ്മ ചൊല്ലുന്ന മന്ത്രം എന്താണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അങ്ങനെ രണ്ടാമത് തൊട്ടിലിൽ കിടന്ന് വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞ്, മുസ്ലിം കുഞ്ഞ്, ആ ഉമ്മയുടെ ചുണ്ടുകളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ശബ്ദം കേൾക്കുന്നു. ഒന്നാമതായി സ്വന്തം ഉപ്പയുടെ ചുണ്ടിൽ നിന്ന് തൗഹീദിന്റെ ശബ്ദം കേട്ട മുസ്ലിം കുഞ്ഞ് രണ്ടാമത് തൊട്ടിലിൽ കിടന്ന് അവൻ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ഉമ്മയുടെ ചുണ്ടിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദിന്റെ ശബ്ദം കേൾക്കുന്നു. കുറച്ചുകൂടി കഴിഞ്ഞ് കുട്ടി വളർന്ന് 5 വയസ്സിലെത്തുമ്പോ ആ കുട്ടിയുടെ കുഞ്ഞിക്കരങ്ങൾ പിടിച്ച് സ്വന്തം ഉപ്പയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ ആ കുട്ടിയെ മദ്രസയിൽ കൊണ്ടുവന്ന് ചേർക്കും, അല്ലെങ്കിൽ ഓത്തുപള്ളിയിൽ കൊണ്ടുവന്ന് ചേർക്കും. ആ ഓത്തുപള്ളിയിലോ മദ്രസയിലോ ചേർത്ത് കഴിഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉസ്താദ്, 2-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉസ്താദ്, ആ ഉസ്താദിൽ നിന്നാണ് പിന്നീട് അവൻ ഇസ്ലാമിന്റെ തൗഹീദിന്റെ ശബ്ദമായ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ശബ്ദം കേൾക്കുന്നത്. 2-ാം ക്ലാസ്സിൽ കുട്ടിയെത്തുമ്പോ മദ്രസയിലെ ഉസ്താദ് ഒരു കറുത്ത ബോർഡിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ വളരെ വൃത്തിയിൽ എഴുതി, മോനെ ഇതാണ് ഇസ്ലാമിന്റെ സത്യസാക്ഷ്യവാക്യം, ഇതാണ് ഇസ്ലാമിന്റെ ഷഹാദത്ത് കലിമ, ഇതിന്റെ അർത്ഥം ഇന്നതാണ്, ഇതിന്റെ ഉച്ചാരണം ഇന്നതാണ് എന്ന് മദ്രസയിലെ ഉസ്താദ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒന്നാമതായി സ്വന്തം ഉപ്പയുടെ ചുണ്ടിൽ നിന്ന്, രണ്ടാമതായി സ്വന്തം ഉമ്മയുടെ ചുണ്ടിൽ നിന്ന്, മൂന്നാമതായി സ്വന്തം ഗുരുനാഥന്റെ ചുണ്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ശബ്ദം കേട്ട് ഇസ്ലാമിന്റെ തൗഹീദിനെ തിരിച്ചറിഞ്ഞവനാണ് കേരളത്തിലെ ഓരോ കുഞ്ഞും ഓരോ മുസ്ലിമും, അല്ലേ? ആ കുഞ്ഞ് സ്വന്തം ഉപ്പയുടെ ചുണ്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട കുഞ്ഞ്, സ്വന്തം ഉമ്മയുടെ ചുണ്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു പഠിച്ചറിഞ്ഞ കുഞ്ഞ്, സ്വന്തം ഗുരുനാഥന്റെ ചുണ്ടിൽ നിന്ന് ഷഹാദത്ത് കലിമയുടെ അർത്ഥവും ഉച്ചാരണവും പഠിച്ച കുട്ടി, അവൻ കുറച്ചു കഴിയുമ്പോ, അവൻ വലുതാകുമ്പോ, അവൻ സൗദിയിലൊക്കെ ഒന്ന് പോയി കുറച്ച് റിയാലുകൾ പോക്കറ്റിൽ വരുമ്പോ, അവൻ ഇമാറാത്തിൽ പോയി കുറച്ച് ദിർഹമുകൾ പോക്കറ്റിൽ വരുമ്പോൾ അവന് തോന്നുകയാണ് തന്റെ കുഞ്ഞു ചെവിയിൽ താൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദിന്റെ ശബ്ദം മന്ത്രിച്ചു തന്ന എന്റെ സ്വന്തം ഉപ്പ കാഫിറാകുന്നു, മുശ്രിക്കാകുന്നു. എന്തേ കാരണം? ഉപ്പ ഇടയ്ക്കിടെ മുത്തുനബിയെ എന്ന് വിളിക്കുന്നുണ്ട്, ഉപ്പ ഇടയ്ക്കിടെ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നുണ്ട്. ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന എന്റെ ഉപ്പ കാഫിറാണ്, മുത്തുനബിയെ എന്ന് വിളിക്കുന്ന എന്റെ ഉപ്പ കാഫിറാണ്. ആ കാഫിറായ ഉപ്പയുടെ ചുണ്ടിൽ നിന്നാണ് ഞാൻ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചത് എന്ന വിരോധാഭാസം ഇവൻ പറയാൻ തുടങ്ങുന്നു. സൗദിയിൽ നിന്ന് 2-3 കൊല്ലം കഴിഞ്ഞ് അല്പം റിയാലുകളും നല്ല കനമുള്ള കട്ടിയുള്ള ചെരുപ്പും വാസനിക്കുന്ന അത്തറുമായി കോഴിക്കോട് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എന്റെ സ്വന്തം മകനാണല്ലോ വരുന്നത് എന്ന ആവേശത്തോടെ സന്തോഷത്തോടെ ബദരീങ്ങളെ എന്റെ കുട്ടി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ഉമ്മയോട് ആ ഉമ്മയെ തള്ളി മാറ്റിക്കൊണ്ട് ഈ മുജാഹിദായ മകൻ പറയുന്നു, ISM-കാരൻ പറയുന്നു, സോളിഡാരിറ്റിക്കാരൻ പറയുന്നു, MSM-കാരൻ പറയുന്നു, ഉമ്മ കാഫിറാണ്. ആ ഉമ്മയുടെ ചുണ്ടിൽ നിന്നാണ് മുമ്പിവൻ തൗഹീദ് പഠിച്ചത്.
ആ ഉമ്മയുടെ ചുണ്ടിൽ നിന്നാണ് ഇവന്റെ കുഞ്ഞുകാതുകളിൽ തൗഹീദ് മന്ത്രിക്കപ്പെട്ടത്. ആ ഉമ്മയെ തന്നെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ പറയുന്നു, ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ കാഫിറാകും, മുത്തുനബിയെ എന്ന് വിളിച്ചാൽ കാഫിറാകും. അതുകൊണ്ടുമ്മ നിങ്ങൾ കാഫിറാണ്, ഉപ്പ നിങ്ങൾ മുശ്രിക്കാണ്. അപ്പോ ഉപ്പയുടെ ചോദ്യം, മോനെ നിനക്ക് തൗഹീദ് പറഞ്ഞു തന്നതാരാണ്? നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നതാരാണ്? അത് ഉപ്പ നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ചുണ്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൊ പിന്നെ നിനക്ക് തൗഹീദ് പഠിപ്പിച്ച ആള് കാഫിറാവൂലേ? നീ പഠിച്ച തൗഹീദും കുഫ്രിയത്തിന്റെ തൗഹീദാവൂലേ എന്ന വൈരുദ്ധ്യം ഉപ്പ ചോദിച്ചാലോ ഉത്തരമില്ല, അതിന് മറുപടിയില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ കുറ്റിപ്പുറത്ത് വേണ്ട, കേരളത്തില് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും, കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ മുസ്ലിം കുഞ്ഞും ആദ്യം തൗഹീദ് കേൾക്കുന്നത് ഉപ്പയിൽ നിന്നാണ്, ഉമ്മയിൽ നിന്നാണ്, ഗുരുനാഥനിൽ നിന്നാണ്. അങ്ങനെ കേരളത്തിൽ 500, 600, 1000 കൊല്ലം മുമ്പ് മുതൽക്കിങ്ങോട്ട് ജീവിച്ചു വന്ന മുസ്ലിമീങ്ങളിൽ പിതാക്കന്മാരിൽ, ഉമ്മമാരിൽ, ഉമ്മുമ്മമാരിൽ സഹോദരങ്ങളെ മുത്തുനബിയെ വിളിക്കാത്തവർ ആരാണുള്ളത്? ബദരീങ്ങളെ വിളിക്കാത്തവർ ആരാണുള്ളത്? യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാത്ത ഒരൊറ്റ മുസ്ലിമിനെ കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു ജീവിച്ച മുസ്ലിം, മുത്തുനബിയെ എന്ന് വിളിച്ചു ജീവിച്ച മുസ്ലിം, ബദരീങ്ങളെ എന്ന് വിളിച്ചു ജീവിച്ച് മരിച്ചുപോയ മുസ്ലിം, ആ മുസ്ലിമീങ്ങളൊക്കെയും കാഫിറുകളാണ്, അവരൊക്കെയും മുശ്രിക്കുകളാണ് എന്ന് നിർലജ്ജം നാണമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്വന്തം ഉമ്മ കാഫിറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്വന്തം ഉപ്പ കാഫിറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്വന്തം ഉമ്മുമ്മ കാഫിറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്വന്തം ഉപ്പുപ്പ കാഫിറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അങ്ങനെ തലമുറകളോളമുള്ള പിതാക്കന്മാരെ, തലമുറകളോളമുള്ള മാതാക്കന്മാരെ കാഫിറുകളായി, മുശ്രിക്കുകളായി എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളെ, ജമാഅത്തെ ഇസ്ലാമി സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചു പോയത്? നിങ്ങളുടെ ഈ വാദങ്ങൾക്ക് പ്രമാണമെവിടെ? നിങ്ങളുടെ ഈ നിലപാടുകൾക്ക് തെളിവുകളെവിടെ? നിങ്ങളുടെ ഈ വാദങ്ങൾക്ക് രേഖകളെവിടെ? ഇതൊക്കെയും ആത്മാർത്ഥമായാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ മുശ്രിക്കുകളെ നിങ്ങൾ എങ്ങനെ തുടർന്ന് നിസ്കരിക്കും? ഈ മുശ്രിക്കുകൾ അറുത്തത് നിങ്ങൾ എങ്ങനെ ഭക്ഷിക്കും? ഈ മുശ്രിക്കുകളുടെ പെൺമക്കളെ നിങ്ങൾ എങ്ങനെ കെട്ടും? വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.